സഞ്ചാരികളെ കേരളത്തിലേക്ക് വരൂ. ഇത് ദൈവത്തിന്റെ സ്വന്തം നാടാണ്. നിങ്ങൾ ഇവിടെ സുരക്ഷിതരുമാണ്. ഇതാണ് ടൂറിസം പ്രോത്സാഹനത്തിനായി നമ്മൾ എത്രയോ നാളായി ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വരുമാനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പങ്ക് വരുന്നതും ടൂറിസത്തിൽ നിന്നാണ്. അതിനപ്പുറം നമ്മുടെ കൊച്ചു കേരളത്തെ മറ്റുള്ള നാടുകളിൽ നിന്ന് വ്യത്യസ്തമാക്കി നിർത്താനും അതിൽ അഭിമാനം കൊള്ളാനും കൂടിയുള്ള അവസരവുമാണ് സഞ്ചാരികളുമായുള്ള നമ്മുടെ നല്ല ബന്ധം. പക്ഷേ മുംബൈയിൽ നിന്ന് മൂന്നാറിൽ വന്ന ജാൻവിക്കും സുഹൃത്തുക്കൾക്കും മൂന്നാറിൽ ചിലർ നൽകിയത് അത്ര നല്ല അനുഭവമായിരുന്നില്ല. We were leaving Munnar and our BNB host casually told us that there are no Uber or Ola pickups allowed in Munnar. We had already booked the cab. We asked him that why is it so? Why are they not allowed to pick us up from here when they were the ones who dropped us? He told us that because of the union. We found the Uber guy, we started loading our bags, and as soon as we started doing that, out of nowhere, 5 to 6 men appeared. Apparently, they had been following us. These people, they started threatening our cab driver, telling him that he can't take us. We called the police, thinking that they would help us. They came and they went straight to the union people. Not a single word to us. After a few minutes of chit-chat, they came to us and they told us that you have to go with the union people. You can't go with Uber or Ola. Then when we called Kerala Tourism, the same thing was being told to us that you have to go with the union taxi. It is the duty of the police to stop this harassment and this exploitation and let the tourists travel as they want to travel and not force anything on them. I loved Kerala. How amazing the people of Kerala were, but I don't think that I'll be able to come back to a place where I'm not allowed to feel safe. കേരളത്തെ സ്നേഹിക്കുന്നു, പക്ഷേ ഇനിയും തിരിച്ചു വരാൻ ഒരുപക്ഷെ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ആ പെൺകുട്ടി പറഞ്ഞത്. കൊച്ചിയിലും ആലപ്പുഴയിലും പോയി അതുവഴി മൂന്നാറിൽ എത്തിയതിനു ശേഷം ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത ടാക്സിയിൽ സഞ്ചരിക്കുന്നതിനാണ് അവിടെ ഒരു കൂട്ടം ടാക്സി പ്രാദേശിക യൂണിയൻകാർ തടസ്സമുണ്ടാക്കിയത്. പോലീസിൽ വിവരം അറിയിച്ചപ്പോൾ അവരും ടാക്സി സംഘത്തിനൊപ്പം ചേർന്നു. ജാൻവിയുടെ വീഡിയോ പുറത്തു വന്നതോടെ സർക്കാർ ഉണർന്നു. ടാക്സിക്കാർക്കെതിരെ കേസെടുത്തു. മാത്രമല്ല, ടാക്സിക്കാർക്കൊപ്പം ചേർന്ന പോലീസുകാരിൽ 2 പേരെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അത് ദൗർഭാഗ്യകരമായ സംഭവമാണ്. വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ്. അത് ബന്ധപ്പെട്ട മറ്റ് വകുപ്പുകളുണ്ട്. ആ വകുപ്പുകളിലെ മന്ത്രിമാരും മറ്റ് സംഘടനകളുമൊക്കെയായി ചർച്ച ചെയ്യേണ്ട പ്രശ്നമാണ്. അവരുടെ മഹാരാഷ്ട്രയിൽ പോലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വർഗീയ കലാപങ്ങൾ, മറ്റു പല പ്രശ്നങ്ങളുമുണ്ട്. എന്നാൽ വളരെ സമാധാന അന്തരീക്ഷമാണ് കേരളത്തിൽ. അങ്ങനെ വളരെ പ്രതീക്ഷയോടുകൂടി കേരളത്തിലേക്ക് വരുമ്പോൾ അവരിവിടെ പറഞ്ഞ സംഭവം വളരെ ദൗർഭാഗ്യകരമാണ്. അത് ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്യപ്പെട്ട് മുന്നോട്ട് പോകേണ്ട വിഷയമാണ്. നമ്മുടെ നാട്ടിൽ വരുന്ന ഓരോ വിനോദസഞ്ചാരിയും നമ്മുടെ നാടിൻ്റെ ബ്രാൻഡ് അംബാസഡർമാരാണ്. അവർക്കുണ്ടാകുന്ന നല്ല അനുഭവങ്ങളാണ് കൂടുതൽ പേരെ ഇവിടേക്ക് എത്തിക്കുന്നത്. അവരെ ആട്ടിപ്പായിക്കുന്നത് നമ്മുടെ നാടിനോട് ചെയ്യുന്ന ദ്രോഹമാണ്. അതിൽ പോലീസുകാരും പങ്കാളികളാകുന്നതാണ് ഏറ്റവും ഗുരുതരമായ പ്രശ്നം. മൂന്നാർ പോലെ വിദേശികളും സ്വദേശികളുമായ കൂട്ടത്തോടെ ടൂറിസ്റ്റുകൾ എത്തുന്ന ഇടങ്ങളിൽ പോലീസ് വേഷമണിഞ്ഞ ഇത്തരക്കാർ ഉണ്ട് എന്നത് ഞെട്ടിക്കുന്നതാണ്. ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിക്ക് പക്ഷേ പോലീസിനെ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ. ക്രമസമാധാനത്തിൽ കേരള പോലീസ് രാജ്യത്തിന് ആകെ മാതൃകയാണെന്നാണ് മുഖ്യമന്ത്രി ഇന്നുകൂടി പറഞ്ഞത്. നിങ്ങൾ രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സേനയിലേക്കാണ് കടന്നു വരുന്നത്. ക്രമസമാധാന പരിപാലനത്തിൽ രാജ്യത്തിന് മാത്രമല്ല പല നിലകളിൽ ലോകം തന്നെ ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള മാതൃകാപരമായ നിലയിലേക്ക് കേരള പോലീസിന് ഉയരാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ജനകീയ പോലീസിംഗ് എന്ന നയമാണ് നടപ്പാക്കി വരുന്നത്. രാജ്യത്ത് മറ്റുള്ള ഇടങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരള പോലീസ് മെച്ചമാണ്. പക്ഷേ മറ്റെല്ലാ മേഖലകളിലും അതിലേറെ മെച്ചപ്പെട്ട കേരളത്തിന് ഈ പോലീസിനെ മതിയോ എന്നതാണ് സംശയം. ജനകീയ പോലീസിംഗ് ആണ് കേരളത്തിൽ നടപ്പാക്കുന്നത് എന്ന് മുഖ്യമന്ത്രി പറയുന്നു. ഏത് സമയവും ഭയരഹിതമായി പോലീസ് സ്റ്റേഷനിൽ എത്താനാകുന്നു എന്നതാണ് പ്രത്യേകതയെന്നും മുഖ്യമന്ത്രി അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ കള്ളക്കേസുണ്ടാക്കലും ക്രിമിനൽ ബന്ധമുണ്ടാക്കലും ചോദ്യവും പറച്ചിലുമില്ലാതെയുള്ള അതിക്രൂര മർദ്ദനവും നിരപരാധികളെ പീഡിപ്പിക്കലും എല്ലാം ഈ പോലീസ് തന്നെ ചെയ്യുന്നുണ്ട് എന്ന കാര്യം മുഖ്യമന്ത്രി കാണാതെ പോകരുത്.